ഇന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിന് ജെബി ഗെയിമർ എന്ന് പേരിട്ട് നിങ്ങളുടെ ഫോണിൽ ഒരു ലളിതമായ മൊബൈൽ ഗെയിം കളിച്ചതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. പെട്ടെന്ന് നിങ്ങളുടെ 20 സെക്കൻഡ് വീഡിയോകളിലൊന്ന് 50 മില്യൺ കാഴ്ചകളോടെ പൊട്ടിത്തെറിക്കുന്നു. അടുത്തത് 40 മില്യൺ കാഴ്ചകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. കേൾക്കാൻ അവിശ്വസനീയമായി തോന്നുന്നു അല്ലേ? ഇതൊരു സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. എനിക്കതിന് തെളിവുകളുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ജെബി ഗെയിമർ എന്ന ചാനലിനെക്കുറിച്ചാണ്. ഇത്തരത്തിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് ഈ ചാനൽ 1.3 മില്യൺ സബ്സ്ക്രൈബേഴ്സിലേക്ക് വളർന്നു. അദ്ദേഹത്തിന്റെ ഷോർട്സ് 20 മുതൽ 50 മില്യൺ വരെ കാഴ്ചകൾ നേടുന്നതിനോടൊപ്പം ചില ഹൊറിസോണ്ടൽ വീഡിയോകളും ശ്രദ്ധേയമായ നമ്പറുകൾ നേടുകയും വരുമാനത്തിൽ കാര്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നു. ഇതൊരു സിദ്ധാന്തമല്ല, ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഏറ്റവും മികച്ച ഭാഗം എന്തെന്നാൽ ഈ ഉള്ളടക്കം പൂർണ്ണമായും മോണിറ്റൈസ്ഡ് ആണ്. പരസ്യങ്ങൾ പ്രവർത്തിക്കുന്നു. AI ടൂളുകൾ പോലും അവരുടെ വീഡിയോകൾ 100% ഒറിജിനലാണെന്ന് സ്ഥിരീകരിക്കുന്നു. ഈ ചാനൽ ഓരോ മാസവും എത്ര വരുമാനം നേടുന്നുവെന്ന് ഞാൻ നിങ്ങളോട് ഊഹിക്കാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങളൊരുപക്ഷേ $200 അല്ലെങ്കിൽ $800 എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ നിങ്ങൾ പറയുന്നത് തെറ്റിപ്പോകും. ലളിതമായ മൊബൈൽ ഗെയിമുകൾ റെക്കോർഡ് ചെയ്ത് ഈ ചാനൽ പ്രതിമാസം $4000 വരെ നേടുന്നു. ഇവ സങ്കീർണമായ PC ഗെയിമുകളോ ചെലവേറിയ കൺസോൾ സെറ്റപ്പുകളോ അല്ല. ആർക്കും അവരുടെ ഫോണിൽ കളിക്കാൻ കഴിയുന്ന വളരെ എളുപ്പമുള്ള മൊബൈൽ ഗെയിമുകളാണവ. മാത്രമല്ല അവ വളരെയധികം അഡിക്റ്റീവും കാണാൻ ഇഷ്ടപ്പെടുന്നതുമാണ്. ഞാനത് തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അതെല്ലാം നിങ്ങൾക്കായി വിശദീകരിക്കാം. അവർ കളിക്കുന്ന ഗെയിമുകൾ ഏതാണെന്നും അവ എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, ഷോർട്സായും ഹൊറിസോണ്ടൽ വീഡിയോകളായും എങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുവെന്നും ഞാൻ കൃത്യമായി കാണിച്ചു തരാം. നിങ്ങളുടെ സ്വന്തം ചാനൽ തുടങ്ങാൻ നിങ്ങളൊരു സൂചനയ്ക്കായി കാത്തിരിക്കുകയാണെങ്കിൽ ഇതാണ് ആ സൂചന. അതിനാൽ ചില ടിപ്പുകൾ നഷ്ടപ്പെടുത്തി മോശം ഫലങ്ങളിലോ കാഴ്ചകളില്ലാത്ത അവസ്ഥയിലോ എത്തുന്നത് ഒഴിവാക്കുക. ആദ്യപടി ഗെയിം തിരഞ്ഞെടുക്കലും റെക്കോർഡിംഗും. ഗെയിം കണ്ടെത്തുക. നിങ്ങളുടെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി റൺ ഓഫ് ലൈഫ് എന്ന് തിരയുക. സമാനമായ നിരവധി ഗെയിമുകൾ നിങ്ങൾ കാണും. അതിനാൽ കൂടുതൽ പോസിറ്റീവ് റിവ്യൂകൾ ഉള്ളവ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന്, റിവ്യൂകൾ കുറവാണെങ്കിൽ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലെന്നോ ഡൗൺലോഡ് ചെയ്യുന്നില്ലെന്നോ അർത്ഥമാക്കാം. ധാരാളം നല്ല റിവ്യൂകളുള്ള ഒരെണ്ണം തിരഞ്ഞെടുത്ത ശേഷം അത് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഈ തരത്തിൽ ഇതിലും മികച്ച ഏതെങ്കിലും ഗെയിം അറിയാമെങ്കിൽ അത് ഉപയോഗിക്കാം. റെക്കോർഡിംഗ്. ഇനി നമുക്ക് ഗെയിം തുറക്കാം. കളിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്യണം. ഉയർന്ന നിലവാരത്തിൽ റെക്കോർഡ് ചെയ്യാനും റെക്കോർഡിംഗ് താൽക്കാലികമായി നിർത്താനും പുനരാരംഭിക്കാനും കഴിയുന്ന ഒരു സൗജന്യ സ്ക്രീൻ റെക്കോർഡർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഗെയിം പ്ലേ. ഞാൻ ആദ്യ ലെവലിൽ നിന്ന് തുടങ്ങുന്നു. ആളുകൾ ഇത് ആസ്വദിക്കുമോ എന്ന് നോക്കാം. പ്രത്യേകിച്ച് മില്യൺ കണക്കിന് ആളുകൾ ഇത്തരം വീഡിയോകൾ യൂട്യൂബിൽ കാണുന്നുണ്ടല്ലോ. ഗെയിം വളരെ ലളിതമാണ്. അതാണതിൻ്റെ ആകർഷണം. ഞാനൊരു കഥാപാത്രത്തെയാണ് ഉപയോഗിച്ചത്. എനിക്ക് ലഭിച്ച കോയിനുകൾ ഉപയോഗിച്ച് മറ്റൊരു കോസ്റ്റ്യൂമുള്ള കഥാപാത്രത്തെ അൺലോക്ക് ചെയ്യാം. കൂടുതൽ ഇടപഴകലിനായി പിന്നീട് നമുക്കവരെ ഒരു വീഡിയോയിൽ മത്സരിപ്പിക്കാം. ഞാൻ പുതിയ കഥാപാത്രത്തെ അൺലോക്ക് ചെയ്തു. അവരെക്കൊണ്ടും ഒരു ലെവൽ കളിപ്പിക്കാം. ഈ ഗെയിമിൽ ഒരു ട്വർക്കിംഗ് ചാലഞ്ച് പോലുമുണ്ടെന്ന് പറയട്ടെ. ഇത് തികച്ചും വിചിത്രമാണ്. എല്ലാ ഗെയിം പ്ലേയും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എഡിറ്റിംഗിനായി ക്യാപ്കട്ടിലേക്ക് പോകാം. പുതിയ പ്രൊജക്ട്. ക്യാപ്കട്ടിൽ ഒരു പുതിയ പ്രൊജക്ട് തുറന്ന് റെക്കോർഡ് ചെയ്ത എല്ലാ ഗെയിം പ്ലേ ക്ലിപ്പുകളും ഒരു പശ്ചാത്തല ചിത്രവും ഇമ്പോർട്ട് ചെയ്യുക. ഫോർമാറ്റ് മാറ്റുക. ലേഔട്ട് 9:16 ടിക്ടോക്ക് ഫോർമാറ്റിലേക്ക് മാറ്റുക. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. ക്ലിപ്പ് ചേർക്കുക. ആദ്യത്തെ റെക്കോർഡ് ചെയ്ത ഗെയിം പ്ലേ ക്ലിപ്പ് ടൈംലൈനിലേക്ക് വലിച്ചിടുക. സൂം ചെയ്യുക. വീഡിയോയുടെ താഴെയുള്ള പരസ്യങ്ങൾ മറയ്ക്കാനായി അല്പം സൂം ചെയ്യുക. എന്നാൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ക്രോപ്പ് ചെയ്തു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഹുക്ക്. ആളുകൾ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഗെയിം പ്ലേ ഉടൻ ആരംഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഇത് അവരുടെ ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചുപറ്റാൻ സഹായിക്കും. ദൈർഘ്യം. ഈ ഒരൊറ്റ ക്ലിപ്പ് തന്നെ 20 സെക്കൻഡ് ഫൂട്ടേജ് നൽകുന്നു. ഇത് ടിക്ടോക്കിനും യൂട്യൂബ് ഷോർട്സിനും അനുയോജ്യമാണ്. കൂടുതൽ വൈവിധ്യത്തിനായി നിങ്ങൾക്ക് 2 ഗെയിം പ്ലേ ക്ലിപ്പുകൾ ഒരു വീഡിയോയിൽ സംയോജിപ്പിക്കാനും കഴിയും. ശബ്ദം ചേർക്കുക. നിലവിൽ ശബ്ദം മ്യൂട്ടായിരിക്കും. അതിനാൽ ഓഡിയോ ടാബിൽ ക്ലിക്ക് ചെയ്ത് ഗെയിം സൗണ്ട്സ് എന്ന് തിരയുക. നിങ്ങളുടെ ഗെയിം പ്ലേയുടെ വൈബിന് ഏറ്റവും അനുയോജ്യമായ ഒന്ന് തിരഞ്ഞെടുക്കുക. ശബ്ദം ചേർത്ത ശേഷം നിങ്ങളുടെ ക്ലിപ്പ് സേവ് ചെയ്യുക. നിങ്ങളുടെ ഷോർട്ട് വീഡിയോ ഇപ്പോൾ തയ്യാറാണ്. ഇനി ഏറ്റവും ആവേശകരമായ ഭാഗത്തേക്ക് താരതമ്യ വിഭാഗം സൃഷ്ടിക്കൽ. ഫോർമാറ്റ് മാറ്റുക. ലേഔട്ട് ഹൊറിസോണ്ടൽ ഫോർമാറ്റിലേക്ക് മാറ്റുക. ക്ലിപ്പുകൾ ചേർക്കുക. ടൈംലൈനിലേക്ക് ആദ്യത്തെ ഗെയിം പ്ലേ ക്ലിപ്പ് വീണ്ടും വലിച്ചിടുക. ഈ ഉദാഹരണത്തിനായി ഞാൻ ലെവൽ 1നെ ലെവൽ 5മായി താരതമ്യം ചെയ്യുകയാണ്. ലെവൽ 1 സജ്ജീകരിക്കുക. ക്ലിപ്പ് ക്രോപ്പ് ചെയ്തും സൂം ചെയ്തും പരസ്യങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് സ്ക്രീനിന്റെ ഒരു വശത്ത് വയ്ക്കുക. ഇതിന് ലെവൽ 1 എന്ന് ലേബൽ ചെയ്യുക. ലെവൽ 5 സജ്ജീകരിക്കുക.
ലെവൽ 5 ഗെയിം പ്ലേ ക്ലിപ്പ് ടൈം ലൈനിലേക്ക് വലിച്ചിടുക. ലെവൽ 1ൽ ചെയ്തതുപോലെ ക്രോപ്പ് ചെയ്യുക, സൂം ചെയ്യുക, എന്നിട്ട് മറ്റേ വശത്ത് വയ്ക്കുക. പശ്ചാത്തലം മെച്ചപ്പെടുത്തുക. പശ്ചാത്തലം മങ്ങിയതായി തോന്നാം, അത് മാറ്റാം. ക്യാപ്കട്ടിലെ ലൈബ്രറി എന്നതിൽ ക്ലിക്ക് ചെയ്ത് അനുയോജ്യമായ ഒരു പശ്ചാത്തലം തിരയുക. ഈ ഉദാഹരണത്തിനായി ഞാൻ ഈ ഡൈനാമിക് ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിക്കും. അവസാനമായി സ്റ്റിക്കേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഒരു VS സ്റ്റിക്കർ തിരയുക. ഇത് ലെവൽ 1, ലെവൽ 2 എന്നീ ക്ലിപ്പുകൾക്ക് ഇടയിൽ വയ്ക്കുക. ഇത് ലെവൽ 1 വേഴ്സസ് ലെവൽ 5 താരതമ്യമാണെന്ന് വ്യക്തമാക്കാൻ സഹായിക്കും. ഈ ചെറിയ കൂട്ടിച്ചേർക്കലുകൾ നിങ്ങളുടെ വീഡിയോയെ കൂടുതൽ ആകർഷകവും കാഴ്ചയിൽ മനോഹരവുമാക്കുന്നു. നിങ്ങളുടെ വീഡിയോ യൂട്യൂബ്, ടിക്ടോക്ക്, ഫേസ്ബുക്ക് അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിനും തയ്യാറായി കഴിഞ്ഞു. ഇതോടെ നിങ്ങളുടെ കാഴ്ചക്കാരെ ആകർഷിക്കുമെന്നുറപ്പുള്ള ഒരു ഗെയിം പ്ലേ വീഡിയോ നിങ്ങൾ വിജയകരമായി എഡിറ്റ് ചെയ്തു.